അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുക്കിങ്ങും എല്ലാ ദിവസവും കുക്കിങ്ങും അല്ലെങ്കിൽ കൃഷിയൊക്കെ അല്ലേ കാണിക്കുന്നത്. എന്നാൽ നമുക്ക് ഇന്ന് അതൊന്ന് മാറ്റി വെച്ചിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ആയാലോ. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് അത്യാവശ്യ സാധനങ്ങൾ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. നമുക്കിവിടെ അടുത്ത് തെക്കേമല ഭാഗത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടുണ്ട്. അന്ന് വലിയ തിരക്കില്ലാത്ത സമയത്ത് ഞങ്ങൾ ചെന്ന് പിന്നെ കുറേ സമയമായപ്പോഴും തിരക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കുറേശ്ശെയൊക്കെ എല്ലാം കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യമുള്ളത് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഇത് കാണാൻ നല്ല രസമല്ലേ. നമുക്കിങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എല്ലാം എടുക്കണം എന്നുള്ള ഒരു ആകാംക്ഷ നമുക്ക് വരും. കാരണം നമ്മൾ സ്ത്രീകളാണ്, നമുക്ക് കിച്ചണിൽ എത്ര പാത്രം ഉണ്ടെങ്കിലും മതിയാവത്തില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടാലും എടുക്കും. എന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഷോപ്പിങ്ങിനൊക്കെ നമ്മൾ പോകുമ്പോൾ കഴിവിൻ്റെ പരമാവധി നമുക്ക് ആവശ്യമുള്ളതെല്ലാം എടുക്കേണ്ടത്, അത്യാവശ്യമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം പേഴ്സ് കാലിയാവുന്നത് നമ്മൾ അറിയത്തേ ഇല്ല. ഇവിടെ വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അതല്ലെന്നുണ്ടെങ്കിൽ ഇത്ര രൂപയുടെ സാധനം ഇത്ര രൂപയ്ക്ക് നമ്മൾ വില കുറച്ച് കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു ബിരിയാണി ചെമ്പാ കേട്ടോ. പക്ഷേ സംഭവത്തിൻ്റെ വില എത്ര 5000-ന് മുകളിലുണ്ട് വില. പക്ഷേ ഇപ്പോൾ ഓഫറായിട്ട് 3499 രൂപ അവർ വില ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല രസവും നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ഒരെണ്ണം വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും തൽക്കാലം ഞാനത് അവിടെ തന്നെ എടുത്ത് നോക്കിയിട്ട് നമുക്ക് അതുപോലെ ഒരെണ്ണം വാങ്ങിക്കണം. ക്രിസ്മസൊക്കെ സമയമാകുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി പേരൊക്കെ വരുമ്പോൾ നമുക്ക് കൊച്ചു പാത്രങ്ങളിലൊക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതവിടെ വെച്ചു. ഇതപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ നമുക്ക് സാധനമൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ വില കുറവ് ഉണ്ട്, പക്ഷേ ചിലത് ക്വാളിറ്റിയൊക്കെ നമ്മൾ നോക്കി വേണം എടുക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ഓരോന്നായിട്ട് എടുത്ത് നോക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഒരുപാട് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിവിൻ്റെ പരമാവധി എടുക്കാറില്ല. അത്യാവശ്യത്തിനുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. ഒത്തിരി ഒന്നും അങ്ങനെ മേടിച്ച് കൂട്ടുന്ന പതിവ് എനിക്കില്ല. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു ആഗ്രഹം വരും കേട്ടോ, ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചാലോ എന്ന്. എന്നാലും പിന്നെ ഞാൻ അത്യാവശ്യത്തിന് എടുക്കും. ബാക്കിയെല്ലാം ഞാൻ വീഡിയോയിൽ ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. നല്ല രസമാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാതെ വരത്തില്ല. അത്രയ്ക്ക് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴും നമ്മൾ സാധനം സെലക്ട് ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ ഒരുപാട് കാശ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഒന്നാമത് ഇപ്പോൾ എല്ലാം പേടിഎം ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്ന പോലെ നമ്മൾ അറിയത്തില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഓരോരുത്തരും ഷോപ്പിംഗ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിൻ്റെ ബോട്ടിൽ ഒരെണ്ണം വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ നോക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്കാൻ ഒരെണ്ണം വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നോക്കി, വിലയും നമ്മൾ നോക്കണം, എന്നാൽ അതിനോട് ക്വാളിറ്റിയും കൂടെ നോക്കി വേണം നമ്മൾ ഓരോ സാധനവും ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട്. എല്ലാ സാധനവും നല്ല രസമാണ് കേട്ടോ, നല്ല രസവും അതുപോലെ തന്നെ ഓഫറുകളും ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ മാത്രം, ആവശ്യമുള്ളത് എടുക്കാതിരിക്കാൻ ഞാൻ വീണ്ടും പറയുന്നു, അത്യാവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ അതാ നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതുപോലെ നമ്മുടെ വീട്ടിൽ എത്ര പാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ചെന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വീണ്ടും അത് എടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ കണ്ടിട്ടും നമുക്ക് മതി വരത്തില്ല കേട്ടോ. അത് അടുക്കി വെച്ചിരിക്കുന്ന രീതിയും ഒക്കെ കാണുമ്പോൾ ഹാർഡ് ബോക്സുകൾ നല്ല രസമാണ് കാണാൻ കേട്ടോ. വെള്ളം തിളപ്പിക്കുന്ന കെറ്റിൽ, പക്ഷെ അത് അത്ര ക്വാളിറ്റി ഇല്ല കേട്ടോ. ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ടാണ് ഞാൻ അത് തിരിച്ച് വെച്ചത്. നല്ല രസമല്ലേ. എല്ലാം ഓരോരോ സെക്ഷനായിട്ടാണ് മാറ്റി ഡ്രസ്സ്, പാത്രങ്ങൾ, ഫാൻസി ഐറ്റങ്ങൾ, ഇങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബെഡ്ഷീറ്റിൻ്റെ ആ സെക്ഷനിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കുന്നുണ്ട്. കാണാനൊക്കെ എല്ലാം ഭയങ്കര രസമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. കൂടെ ഒരു ഹൈപ്പും തരണേ. അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അത്യാവശ്യമുള്ളത് മാത്രം മേടിച്ചിട്ടുണ്ട് കേട്ടോ.
നമുക്ക് മാസം കിട്ടുന്ന വരുമാനം. അപ്പം അത് നമ്മൾ ഒരു മാസം കംപ്ലീറ്റ് ആ വരുമാനം കൊണ്ട് നിൽക്കണം, കടം വരാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മളിങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ, ശ്രദ്ധിച്ച് വേണം ഓരോ സാധനം നമ്മൾ ഷോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.